ചെല്ല് ലിറ്റി. ഞാൻ അവരെ ചേച്ചി എന്നൊന്ന് വിളിച്ചു പോയി. പെട്ടെന്ന് എന്നോട് ദേഷ്യപ്പെട്ടു. പോരാത്തതിന് ഇറങ്ങിപ്പോടി എന്ന്. അത് സാരമില്ല. ചേച്ചി എന്ന് വിളിക്കാൻ ആര് പറഞ്ഞു നിന്നോട്? നീ എന്നെ ചേട്ടൻ എന്ന് വിളിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാ അവളെ പോയി ചേച്ചി എന്ന് വിളിച്ചത്? കണക്കായിപ്പോയി. ഓഹോ, എങ്കിൽ അരുൺ തന്നെ കൊണ്ടുപോയി മരുന്ന് കൊടുത്തോ? ഒന്ന് ചെല്ല് ലിറ്റി. പറ്റില്ല. ചെല്ലാനാണ് പറഞ്ഞത്. ഒരു റീല് ചെയ്യാൻ കൂടെ വന്നാൽ കൊണ്ടുപോയി കൊടുക്കാം. പറ്റിയ സമയമാണതിന്. പറ്റുമോ? പിന്നെ ചെയ്യാം. ഇപ്പോൾ ചെല്ല്. ഓക്കെ, അതിങ്ങ് തന്നോളൂ. അരുൺ എവിടെയെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പറയണോ? വേണ്ട, ചെല്ല്. ലിറ്റി മരുന്ന് കൊടുക്കാനായി പോയി. രാഗിണി: മരുന്നാണോ? അവിടെ വെച്ചേക്ക്. അവൻ്റെ ഭാര്യ എന്തേ? രാഗിണി ദേഷ്യത്തിൽ അവളോട് ചോദിച്ചു. ലിറ്റി ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ ചോദിച്ചു, ആരുടെ ഭാര്യ? അരുണിൻ്റെ. ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ലിറ്റി ചിന്തിച്ചു. അവളെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ കൊല്ലും ഞാൻ. ലിറ്റി ഒന്ന് ഞെട്ടി. അവൾ എന്തിയെ ആ മൂദേവി അർപ്പിത? അർപ്പിതയോ? എന്താ, കേട്ടിട്ടില്ലേ? ഉണ്ട്, ധാരാളം. അരുണിനെ വശീകരിച്ച് വെച്ചിരിക്കുകയാണ്. ആര്? ലിറ്റിക്ക് ചെറിയൊരു ടെൻഷൻ. അരുണിൻ്റെ ഭാര്യ ആ കാലത്തെ അർപ്പിത. ഞാൻ അരുണിനോട് അത് ആവശ്യപ്പെട്ടതിന് അവൾ പ്രതികാരം ചെയ്തതാണ് എന്നോട്. അവൾക്ക് മുമ്പേ അരുണിനെ കണ്ടവളാണ് ഞാൻ. അധികം കളിക്കാൻ വന്നാൽ അരുണിനെയും കൊണ്ട് ഞാനങ്ങ് പോകും. 3 കാര്യങ്ങൾ ലിറ്റിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അർപ്പിതയെയാണ് നിങ്ങൾ അരുൺ ചേട്ടൻ്റെ ഭാര്യയായി വിചാരിച്ചിരിക്കുന്നത്? അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അർപ്പിതയല്ല, ഞാനാണ് ഭാര്യ റോളിൽ ഇവിടെ ഉള്ളത്. മനസ്സിലായില്ല. നീയാണ് അരുണിൻ്റെ ഭാര്യ എന്നാണോ ഉദ്ദേശിച്ചത്? അവൾ അതിശയത്തോടെ ചോദിച്ചു. വെറുതെയല്ല സ്വയം ഇങ്ങോട്ട് വരാതെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ലിറ്റി തനിയെ പറഞ്ഞു. ലിറ്റി ഒന്ന് തെളിയിച്ചു പറയേ, അർപ്പിത അരുണിൻ്റെ ഭാര്യയല്ലേ? നിങ്ങൾ എന്താവശ്യപ്പെട്ടു എന്നാ പറഞ്ഞത്? അത് വിട് ലിറ്റി, നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. ഞാനാണ് അരുണിൻ്റെ ഭാര്യ. അർപ്പിത എന്നോട് പറഞ്ഞത് അവളാണ് അരുണിൻ്റെ ഭാര്യ എന്നാണ്. അർപ്പിത അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. എങ്കിൽ അതൊന്നറിയണമല്ലോ. ലിറ്റി എല്ലാ നിയന്ത്രണവും നശിച്ചു നിൽക്കുകയായിരുന്നു. അവൾ അരുണിൻ്റെ അടുത്തേക്ക് പോകാനായി ഒരുങ്ങി. ലിറ്റി നിൽക്ക്. നീ ഇത് ഇപ്പോൾ പോയി അരുണിനോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. അരുൺ അവളുടെ വലയിലായി കഴിഞ്ഞു. ഒരിക്കലും അത് സംഭവിക്കില്ല. കുറച്ചു മുമ്പ് കഴിച്ച മരുന്നിൻ്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാനൊന്ന് ഉറങ്ങി എഴുന്നേൽക്കട്ടെ. എല്ലാം ബോധ്യപ്പെടുത്തി തരാം. നീ തൽക്കാലം അരുണിനോട് ഒന്നും ചോദിക്കണ്ട. അമ്മ അരുണിനോട് സംസാരിക്കാനായി അവൻ്റെ മുറിയിൽ വന്നു. അവർ ആകെ ദേഷ്യത്തിലായിരുന്നു. എടാ. എന്താ അമ്മേ? അർപ്പിതയെ ചീത്ത വിളിക്കാൻ രാഗിണി ആരാ? വേഗം തന്നെ എല്ലാത്തിനെയും പറഞ്ഞു വിട്ടോ. ഒരു വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒന്നുമില്ലെങ്കിലും എല്ലാത്തിനെയും 2 ദിവസം സഹിച്ചതല്ലേ. ഒന്ന് പതുക്കെ. അരുൺ അമ്മയെ താക്കീത് ചെയ്തു. എല്ലാം കേട്ടരുൺ. ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല. അരുണിൻ്റെ സുഹൃത്തുക്കൾ അത് കേട്ടിരുന്നു. എടാ, ഞാനൊന്ന് പറയട്ടെ. അവരാരും പിന്നെ അവിടെ നിൽക്കാൻ തയ്യാറായില്ല. അരുൺ അവരെ നിർബന്ധിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. ആ വൈകുന്നേരം തന്നെ അവരെല്ലാം അവിടെ നിന്നും തിരികെ പോയി. രാഗിണിയെ അവരാരും കൊണ്ടുപോയില്ല. അമ്മയ്ക്കിപ്പോൾ തൃപ്തിയായല്ലോ. പോട്ടെ ശല്യങ്ങൾ. അമ്മയ്ക്കൊരു വിഷമവും തോന്നിയില്ല. രാഗിണി ഉണരാനായി ലിറ്റി കാത്തിരുന്നു. മുറിയൊക്കെ അടിച്ചു വാരിയോടി നീ. അമ്മ അവളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ലിറ്റിയുടെ മനസ്സ് മുഴുവൻ രാഗിണി പറഞ്ഞ കാര്യമായിരുന്നു. പോയി അടിച്ചു വാര്. ഒരു പണിയും ചെയ്യാതെ നിന്നെ ഞാൻ ഇരുത്താം. അവനെ പറഞ്ഞാൽ മതിയല്ലോ. സുഖജീവിതമല്ലേ. ഞാൻ സമ്മതിക്കാം അതിന്. വൃത്തിയാക്കി അടിച്ചു വാരിയേക്കണം. ഇല്ലെങ്കിൽ ഞാൻ പിന്നെയും ചെയ്യിക്കും. ലിറ്റി അങ്ങനെ തന്നെ തുടർന്നു. അവൾക്ക് മനസ്സിനൊരു സമാധാനവുമില്ലായിരുന്നു. നിന്നോടാണ് പറഞ്ഞത്. അവർ ലിറ്റിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അമ്മ വെറുതെ പ്രശ്നമുണ്ടാക്കാതെ. അരുൺ ശബ്ദം കേട്ട് അങ്ങോട്ട് വന്നു. നീ ഇതിൽ ഇടപെടേണ്ട. എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് വെറുതെ. അല്ലെങ്കിൽ തന്നെ സമാധാനമില്ല. അരുൺ ഇത്തവണ കാര്യമായി തന്നെ അമ്മയോട് കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞു. നേരം കടന്നുപോയി. വൈകുന്നേരം പോയി രാത്രിയായി. രാഗിണി എന്താ എഴുന്നേൽക്കാത്തത്? ലിറ്റി അരുണിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. എപ്പോൾ ഉറങ്ങിയതാണ്? ഉച്ചയ്ക്ക്. എൻ്റെ ലിറ്റി, എന്നിട്ട് ഇപ്പോഴാണോ നീ ഇത് വന്ന് പറയുന്നത്? ഇങ്ങനെയൊരു അരുൺ കൂടുതലൊന്നും പറഞ്ഞില്ല. ഇരുവരും രാഗിണിയുടെ മുറിയിലേക്ക് ചെന്നു. രാഗിണി ഉണർന്നിരുന്നില്ല. അരുൺ അവളെ വിളിച്ചു നോക്കി. എഴുന്നേക്കുന്നില്ലല്ലോ അരുൺ. ലിറ്റിക്ക് ആകെ പേടിയായി. ലിറ്റി, പോയി വരുൺ ചേട്ടനെ വിളിച്ചുകൊണ്ട് വാ.